സുകുമാരൻ നായർ NSSന്റെ ജനറൽ സെക്രട്ടറി ഇന്നലെ പറഞ്ഞത് ഇന്ന് വിഴുങ്ങി. സുകുമാരൻ നായർക്കറിയാം UDF എന്തായാലും അധികാരത്തിൽ വരും, സതീശൻ തന്നെയായിരിക്കും മിക്കവാറും മുഖ്യമന്ത്രി. അങ്ങനെ ആണെങ്കിൽ ഇനി സതീശൻ്റെ അടുത്ത് എന്തെങ്കിലും കോളേജ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് ചെല്ലാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ തിണ്ണനിറങ്ങിയെന്ന് പറഞ്ഞതുപോലെ അങ്ങോട്ടും തിണ്ണനിറങ്ങാനായിട്ട് പോകേണ്ടി വരൂലേ? എനിക്ക് തന്നെ വ്യക്തിപരമായ ചില അനുഭവങ്ങളുണ്ട്, NSSൻ്റെ ചില ഇടപെടലുകൾ, ഞാനതൊന്നും അങ്ങോട്ട് പറയുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കച്ചവടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈവയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നേ. ഏതെങ്കിലും പാർട്ടി ഭരിക്കാൻ വരുമെങ്കിൽ ആ പാർട്ടിയുടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വരുമെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുടെ തിണ്ണ നിറങ്ങുക എന്ന് പറയുന്നത് മത നേതാക്കളും ജാതി നേതാക്കളും ചെയ്യുന്നതാണ്. തിരിച്ച് ഇലക്ഷൻ സമയമാകുമ്പോൾ ജാതി മത നേതാക്കളുടെ വീട്ടിൽ വന്ന് മറ്റുള്ളവരും തിണ്ണയിലിരിക്കും. നിറങ്ങിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും തിണ്ണയിലിരിക്കും. ഇരുന്ന് അകത്ത് കയറ്റിയിലേ തിണ്ണയിലിരിക്കും. പക്ഷേ NSSൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ പോപ്പിൻ്റെ ആസ്ഥാനമൊന്നും അല്ലല്ലോ. എനിക്ക് പലപ്പോഴും മനസ്സിലാവും. അവിടെ വന്നാൽ ഇപ്പം ഞാൻ NSSകാരനല്ല, നായർ സമുദായത്തിൽ ജനിച്ച ആളല്ല. പക്ഷെ മന്നത്ത് ആചാര്യന് ഒരു പുഷ്പം അർപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. എനിക്ക് അവസരം തരൂലേ? എന്തൊരു സ്മൃതി മണ്ഡപമാണത്. രാജ്ഘട്ടിൽ പോയാൽ മുഖ്യമന്ത്രി നമ്മുടെ എന്താണ് ഗാന്ധിജിയുടെ പ്രതിമയിൽ ആർക്കും അർപ്പിക്കാമല്ലോ, പൂ അർപ്പിക്കാമല്ലോ. ലോകത്തെവിടെ ഇന്ദിരാഗാന്ധിയുടെ ലോകത്തെവിടെ ചെന്നാലും സ്മൃതി മണ്ഡപത്തിൽ ഇപ്പം ഉമ്മൻചാണ്ടിയുടെ സ്മൃതി മണ്ഡപത്തിൽ ആരെല്ലാമാണ്, ഏതെത്ര ജാതി മതത്തിൽപ്പെട്ടവരാണ് വന്ന് പുഷ്പാർപ്പിച്ചിട്ട് പോണത്? തുറന്നു കൊടുക്കണ്ടേ? അതിനിപ്പോൾ അവിടെ വരുമ്പോൾ ഞങ്ങൾ രാഷ്ട്രീയ കാര്യത്തിനാണ് വരുന്നതെന്ന് നിങ്ങളോട് പറയണം. സുരേഷ് ഗോപി വന്നപ്പോൾ രാഷ്ട്രീയ കാര്യത്തിന് വന്നതുകൊണ്ടാണ് കൊടുക്കാത്തത്. സുരേഷ് ഗോപി ഏത് കാര്യത്തിന് വരട്ടെ, അദ്ദേഹം വന്ന് പുഷ്പാർച്ചന നടത്തിയിട്ട് പോകാനല്ലേ. നിങ്ങളടുത്ത് രാഷ്ട്രീയം സംസാരിച്ചല്ലേ നിങ്ങൾ കുറ്റം പറയേണ്ടി. മന്നത്ത് പത്മനാഭൻ നായർമാരുടെ മാത്രം ഒരു ആചാര്യനാണോ? അല്ലല്ലോ. ഹിന്ദു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചൊരു ആചാര്യൻ. അത് ജനിച്ചത് നായർ സമുദായത്തിലായിപ്പോയെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ ഈഴവനായിട്ട് മാത്രം കണ്ടുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റൂ? അങ്ങനെയല്ലല്ലോ. ഒരു ആചാര്യന്മാരെയും ഗുരുക്കന്മാരും എന്നൊക്കെ പറഞ്ഞ പൊതുസ്വത്തല്ലേ. എന്തായാലും സുകുമാരൻ നായർക്ക് ഇന്നലത്തെ കാലിടറി. ഇന്നിപ്പോൾ അദ്ദേഹം പ്രസ്ഥാനം ഇറക്കിയിട്ടുണ്ട്. അടുത്ത അദ്ദേഹം അടിച്ചിരിക്കുന്ന അടി BJP ആണ് തെറി പറയുന്നത്. അത് വേറൊരു അടിയാണ്. അതെന്തെന്ന് വെച്ചാൽ ട്രെയിൻ എവിടെ? ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലാദ്യമായി ഇത്രയും ട്രെയിനുകൾ വരികയും ഈ കഴിഞ്ഞ ദിവസവും കേരളത്തിന് 4 ട്രെയിൻ അനുവദിച്ചു. 4 ട്രെയിൻ കഴിഞ്ഞ ദിവസം അനുവദിച്ചു. അശ്വിനി വൈഷ്ണവുമായി ശ്രീധരൻ പോയി, നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ പോയി നിലമ്പൂരിൽ നിന്ന് കഞ്ചിക്കോട്ടേക്കുള്ള ട്രെയിനിനെ കുറിച്ചുള്ള ചർച്ച ഓരോന്നാണ്. അതിൻ്റെ അലൈൻമെൻറ്റ് കൊടുത്തു. അങ്ങനെ വളരെ വലിയ തോതിൽ വന്ദേ ഭാരത് കണ്ടുപിടിച്ചു. കേരളത്തിന് വന്ദേ ഭാരത് തരുന്നു, സ്ലീപ്പർ തരുന്നു. വലിയ തോതിലാണ് റെയിൽവേ കേരളത്തെ സഹായിച്ചിട്ടുള്ളത്. അപ്പോഴാണ് BJP തെറി പറയുന്നത്. അപ്പോൾ സ്ഥലജലഭ്രമം ബാധിച്ചിട്ടുണ്ട് സുകുമാരൻ നായർക്ക്. എന്തായാലും അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ കിടന്ന് നിലവിളി നടത്തേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹം രാഷ്ട്രീയക്കാരെ ഇങ്ങനെ തെറി പറയരുത്. രാഷ്ട്രീയക്കാരും മതക്കാരെയും തെറി പറയരുത്. പക്ഷേ മതക്കാരെ അടുത്ത് പോകുന്ന രാഷ്ട്രീയക്കാരെ കുറിച്ചാണ് സതീശൻ തെറി പറഞ്ഞത്. അല്ലാതെ സതീശൻ മറ്റാരെയും തെറിയല്ല, സതീശൻ കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് സുകുമാരൻ നായർ ഇന്നത്തേക്ക് അദ്ദേഹം ഇങ്ങനെ ഉരുണ്ട് പോയാൽ UDF ആണ് വരുന്നതെങ്കിൽ, VD സതീശൻ മുഖ്യമന്ത്രിയാവുമെങ്കിൽ സതീശൻ്റെ അടുത്ത് ഫയലുകൾ പോവില്ലേ? NSSൻ്റെ വേണ്ടി വരൂല്ലേ സുകുമാരൻ നായർ? അതുകൊണ്ട് മാഷേ, നിങ്ങളുടെ ഈ പരിപാടി ഒരു തരം ശരിയായൊരു പൊളിറ്റിക്കലായിട്ട് എടുത്താലും മതപരമായി എടുത്താലും ജാതിപരമായി എടുത്താലും ഒരു ജെന്റിൽമാൻ സ്റ്റാൻഡല്ല. അങ്ങ് തിരുത്തേണ്ടത് കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്.